guys, welcome or welcome back to my YouTube channel. I'm back with another vlog. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗ് പ്ലസ് റൂം ക്ലീനിങ് പ്ലസ് എ സ്മോൾ മേക്ക് ഓവർ വീഡിയോ. അപ്പം പിന്നെ അല്ലാതെ ചില ക്ലിപ്സ് 2 ആഴ്ചകളിൽ നിന്നായിട്ട്. സോ ഇനി ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിലെ കണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ +1 അപ്പോൾ ഇനി എനിക്ക് സ്കൂളൊക്കെ തുറക്കുമ്പം June 24 ഒക്കെ ആകും. സോ അപ്പോൾ എനിക്ക് ഒത്തിരി നേരത്തെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നയനയ്ക്ക് June 1 തന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് അവൾക്ക് ഷോപ്പ് ചെയ്യാൻ വന്നപ്പം ഞാൻ ബാഗും പെയിൻറ്റും ബ്രഷ് അങ്ങനെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ വലിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം അത് ഞാൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു 1-2 ആഴ്ച മുമ്പ് വാങ്ങിക്കാം, അതായത് ലാസ്റ്റ് ടൈമിൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുമായിരുന്നു. പിന്നെ നമ്മളൊരു കടയിൽ കയറിയിട്ട് ഷേക്കും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ദിവസമാണ്. അപ്പോൾ എനിക്കന്ന് രാവിലെ, ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു CBSE സ്കൂളിലാണ്. അവിടെ നമുക്ക് SSLCയിൽ ഫുൾ A+ കിട്ടിയവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് സ്കൂൾ ഓപ്പണിംഗ് ഡേയിൽ, അതായത് June 3. അപ്പം നമ്മൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ പെരിയർ വന്നു. അവിടെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കയറിയത്. പിന്നെ ലിസ്റ്റ് എഴുതി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. കഴിഞ്ഞ വർഷം ഞാൻ ഇതേപോലെ സ്കൂൾ തുറക്കുമ്പോൾ ഷോപ്പ് ചെയ്യാൻ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. കാരണം ലിസ്റ്റ് എടുക്കാൻ വേണ്ടി മറന്നുപോയി. പിന്നെ അവസാനം ലാസ്റ്റ് സമയത്ത് വന്ന് വാങ്ങിക്കാമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ലിസ്റ്റ് കൈയോടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ പിന്നെ വന്ന് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഒക്കെ അവിടെ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ തുണിക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഡെസ്ക് കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ എന്തോ ചുരിദാർ പീസും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബേക്കറിയിൽ കയറി. അവിടെ നിന്ന് ലൈം ജ്യൂസും സാൻഡ്വിച്ചുമാണ് ഞാൻ കഴിച്ചത്. ബ്രെഡ് സാൻഡ്വിച്ച് ആയിരുന്നു. ലൈം അത് നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രഷ് ലൈമും ബ്രെഡ് സാൻഡ്വിച്ചും. ഇത്തിരി വൈകുന്നേരം ഒരു 4:30 നല്ല, അതുമല്ല അത്യാവശ്യം മഴയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഷേക്കൊക്കെ കുടിച്ചാൽ പനി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് കാണാം. അപ്പം ഞാൻ ആദ്യം വാട്ടർ ബോട്ടിൽ കാണിക്കാം. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വാങ്ങിച്ചത്. ഈ വർഷം എന്തെങ്കിലും മഴക്കാലമൊക്കെയാണല്ലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. സോ അപ്പം ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ സ്റ്റീൽ ബോട്ടിൽ വേണമല്ലോ. സോ സ്റ്റീൽ ബോട്ടിൽ. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും എന്തുകൊണ്ടും നല്ല സ്റ്റീൽ ബോട്ടിൽ തന്നെയാണ് കേട്ടോ. പിന്നെ സെക്കൻഡായിട്ട് പൗച്ചാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ പൗച്ചാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കെച്ചാണ്, ഒരു പാക്കറ്റ് സ്കെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. എനിക്കിതുവരെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ മോയ്സ്ചറൈസറിനേക്കാളും ഇതാണ് ഫേവറേറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിയ പാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നബാട്ടി, ഗുഡ് ഡേ, ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ ഡയറി മിൽക്ക്, പിന്നെ അങ്ങനത്തെ കുറച്ച് ചോക്ലേറ്റ്സോ അങ്ങനെ എന്താണ്ടൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫോൺ സ്റ്റാൻഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ യെല്ലോ കളറാണ് കേട്ടോ എൻ്റെ. ഗ്രീൻ കളർ നയനയുടെയാണ്. അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു കേട്ടോ. ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ പിന്നെ ഇന്ന് പോയപ്പോൾ പുതിയത് വാങ്ങിച്ചു. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് വാങ്ങിച്ചത്. ഞാൻ ആക്ച്വലി കണ്ടപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചതാണ്. ഞാൻ എൻ്റെ ലിസ്റ്റിലൊന്നും എഴുതിക്കൊണ്ട് പോയ സംഭവമല്ല, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലേസോ ബിസ്ക്കറ്റ് അങ്ങനത്തെ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോട്ട് ബുക്സ് കേട്ടോ. ക്യാമലിൻ്റെ നോട്ട് ബുക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ 7 നോട്ട് ബുക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്ത 6 വരയിട്ട ഒരെണ്ണവും, അങ്ങനെ 7 വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഒരു നോട്ട് ബുക്കും കൂടി ഉണ്ട്. പിന്നെ അത് ഞാൻ റഫ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ വിചാരിച്ചു. ഇനി ഒരുപാട് നമ്മൾ എഴുതി പഠിക്കുകയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുകയൊക്കെ വേണമല്ലോ. സോ അതുകൊണ്ട് പിന്നെ ഒരു സ്കെയിൽ വാങ്ങിച്ചു. വലിയ സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്, ചെറുതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഒരു ഫെവിക്കോൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഡയറി മിൽക്ക്, പിന്നെ ഒരു ഹൈലൈറ്ററാണ് വാങ്ങിച്ചിട്ടുള്ളത്, ബ്ലൂ കളർ. കാരണം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് ഗ്രീനും ഓറഞ്ചും റോസും ഒരു യെല്ലോ കളറും അങ്ങനത്തെയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. സോ ഞാൻ പുതിയത് ആയിട്ട് എനിക്ക് ബ്ലൂ മാത്രം മതിയായിരുന്നു. സോ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കേഴ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീന്, റോസ്, ബ്ലാക്ക് 3 മാർക്കേഴ്സ് മാത്രം വാങ്ങിച്ചു. പിന്നെ ഫെവി സ്റ്റിക്കുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെയിം സ്ലിപ്സ് കേട്ടോ. എനിക്കല്ല, നയനയ്ക്കാണ്.
അവൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാങ്ങിക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു. നെയിം സ്ലിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻസാണ് കേട്ടോ. കാരണം എൻ്റെ പെൻ കളക്ഷനിലേക്ക് ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കുറേ പെൻസ് ചേർത്ത് വെക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഡെസ്ക് കവറാണ് കേട്ടോ ഈ 2 ബ്ലൂ നൈനയ്ക്കും ഈ ഒരു റോസിൻ്റെ അങ്ങനത്തെ ഇതുള്ളത് എനിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓൾന്നും കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബാഗ്, സ്കൈ ലുക്കോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും ഒന്നുകൂടെ കാണിച്ചതാണ്. പിന്നെ ഇതൊക്കെയാണ് എല്ലാം വാങ്ങിച്ച സാധനങ്ങൾ. സോ പിന്നെ രാത്രിയിൽ പാൽക്കപ്പയൊക്കെ ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് ക്ലീനിങ് പാർട്ടിലേക്ക് പോകാം. എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരു ഓർഡർ ഇല്ലാതെയാണ് എല്ലാം പോകുന്നത്. എന്താണ് സ്ലീപ്പ് ഷെഡ്യൂളാണെങ്കിലും എല്ലാം അതെ ഒരിതുമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൂം മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ്. സോ ഞാൻ മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ അന്ന് എന്തായാലും എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ക്ലീനിങ് വേറെ ദിവസമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഷോപ്പിങ്ങിന് മുമ്പേ ഞാൻ ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ മാറാല അടിക്കുന്നത്, ചുക്കിലിയൊക്കെ അടിക്കുന്നത്, പിന്നെ കട്ടിലിനടിയും ഇങ്ങനെ ഉള്ള കോർണേഴ്സൊക്കെ ഒന്ന് തൂക്കുകയും തുടയ്ക്കുകയൊക്കെ അങ്ങനത്തെ പരിപാടിയായിരുന്നു. കാരണം അത് എല്ലാം കൂടി ഒരു ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിന് തീരുമാനമാകും. സോ അതുകൊണ്ട് ഞാൻ ഡിഫറെൻറ്റ് ഡേയ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ആഴ്ച ഗ്യാപ്പിലാണ് ഒന്ന് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിപ്പം ഒത്തിരി പൊടിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല മേക്ക് ഓവർ ചെയ്ത സമയത്ത്. സോ അത്ര എഫേർട്ട് ഇടേണ്ട വന്നിട്ടില്ല. ചെറുതായിട്ടൊന്ന് തൂത്താൽ മതിയായിരുന്നു. പക്ഷേ ഈ ക്ലീനിങ് ഡേ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 2-3 മണിക്കൂർ എടുത്തു ഇതെല്ലാം കൂടെ ചെയ്തു വന്നപ്പം. കാരണം ഈ കോർണേഴ്സിലൊക്കെ നല്ല അവിടെയും ചെറുതായിട്ട് ചുക്കിലിയും പൊടിയൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. സോ അതുകൊണ്ട് അവിടെയൊക്കെ തൂക്കുകയും തുടയ്ക്കുകയും ചെയ്തു. ടൈൽസിൻ്റെ സൈഡിലൊക്കെ ഒരു പൊടി പിടിച്ച പോലെ ഇരിക്കുകയായിരുന്നു. കാരണം കട്ടിലിൻ്റെ സൈഡിലാണ് നമ്മൾ കാണില്ല എപ്പോഴും. സോ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴേ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയുള്ളൂ. സോ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്ക് ഓവറിൻ്റെ തലേദിവസം ജൂൺ 7th ഞാൻ ഇതൊക്കെ ഒന്ന് ഈ ഒരു എൻ്റെ തൊട്ട് പുറകിലൊരു അലമാരിയുണ്ട് എൻ്റെ ടേബിളിൻ്റെ പുറകിൽ. സോ അവിടെ ഒന്ന് ചാർട്ട് പേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഭയങ്കരമായിട്ട് ബ്ലാങ്കായിട്ട് ഒരു ബ്ലൂ ചാർട്ട് പേപ്പർ മാത്രം ഒട്ടിച്ചപ്പോൾ ഭയങ്കരമായിട്ടൊരു ബ്ലാങ്ക് ഫീലിംഗ് തോന്നി. സോ അവിടെ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് ചെറുതായിട്ടൊന്ന് ആ ഒരു ബ്ലാങ്കായിട്ട് ഒരു പ്ലെയിൻ കളർ എന്നുള്ളത് മാത്രം ഒന്ന് ചെറുതായിട്ട് മാറ്റിയെടുത്തതാണ്. പിന്നെ നയന എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്യാമറയുടെ വെട്ടം കണ്ട ഉടനെ ഓടി മാറും. ആ ഹാർട്ട് അവളാണ് കേട്ടോ എനിക്ക് വരച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ജൂൺ 8 ഞാനൊരു സെക്കൻഡ് സാറ്റർഡേ ആണ് ഈ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ 11 മണിക്കായപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എല്ലാം അലങ്കോലമായി കിടക്കുകയാണ്. എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. സോ എന്തായാലും തുടങ്ങിയില്ലേ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ ഞാൻ ടേബിളിൽ ഇരുന്ന എല്ലാ സാധനവും, ടേബിളിലായിരുന്നു എൻ്റെ സ്റ്റേഷനറീസും SLCക്ക് ഫുൾ A+ കിട്ടിയ മൊമെൻറ്റംസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും എൻ്റെ ടേബിളിൽ തന്നെയാണ്. വാങ്ങിച്ച സ്റ്റേഷനറീസ് തൊട്ട് എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് വരെ എല്ലാം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. സോ എല്ലാം നമ്മുടെ കട്ടിലിലോട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കപ്പ് എടുത്തിട്ട് എല്ലാ വേണ്ടാത്ത ഐറ്റംസും എടുത്ത് മാറ്റാണ്. പിന്നെ എൻ്റെ ഡെസ്ക് കവറെല്ലാം മാറ്റുകയാണ്. അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇടാണ്. പിന്നെ ഞാൻ ടേബിൾ തുടയ്ക്കുകയാണ്. കാരണം ചെറുതായിട്ടൊക്കെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. സോ വെള്ളം ചെറുതായിട്ടൊന്ന് തൊട്ട് തുടയ്ക്കുന്നുണ്ട്. പിന്നെ ദ നെക്സ്റ്റ് ടാസ്ക് അവിടെ തൂത്തുവാരുക എന്നുള്ളതാണ്. സോ ഞാൻ അതും പോരാഞ്ഞിട്ട് അവിടെ തൂക്കുക എന്നുള്ളതിലുപരി എനിക്ക് ആ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. കാരണം അതിൻ്റെ അടിയിൽ മൊത്തം പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഈ ഡെസ്കിൻ്റെ കാലയിൽ, അതിൻ്റെ അടിയിൽ, ആ സൈഡിലൊക്കെ. സോ നൈസായിട്ട് നയനയും കൂടെ അവിടെ ചൂല് വെച്ചൊക്കെ അടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടെ എടുക്കാമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തൂത്തുവാരുമായിരുന്നു. ഞാൻ രാവിലെ ക്ലീൻ ചെയ്തപ്പോൾ ഒന്ന് തൂത്തായിരുന്നു. പിന്നെ ആ കട്ടിലിൻ്റെ അടിയിലെയും സൈഡിലെയും പിന്നെ ഈ ഡെസ്കും കൂടെ തുടച്ചെടുത്തപ്പം അതിലെ പൊടിയും കൂടെ വീണിട്ടുണ്ട്. സോ എല്ലാം കൂടെ ഞാനൊന്ന് തൂത്തുവാരി എടുത്തു. എന്നിട്ട് അവസാനത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭിത്തി ഏറ്റവും മെസ്ഡ് ആയിട്ടിരിക്കുകയാണ്. സോ എനിക്ക് സ്റ്റഡി വ്ലോഗ് എടുക്കുമ്പോൾ തന്നെയാണെങ്കിലും അധികം ഇഷ്ടപ്പെടാറില്ല. കാരണം ഈ ഒരു സൈഡൊക്കെ ഭയങ്കര മെസ്ഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ഈ പ്രാവശ്യം ആമസോണിൽ നിന്ന്, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ഒട്ടിച്ചേക്കുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടെൻത്തിൽ ഞാൻ അധികം ഡെക്കോർസ് ഒന്നും യൂസ് ചെയ്യാൻ പോയിട്ടില്ല. കാരണം പഠിക്കുക എന്നുള്ള ഇത് മാത്രമല്ലായിരുന്നു. വെക്കേഷനായി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ലേറ്റാണ് പഠിക്കാൻ തുടങ്ങുന്നത്. സോ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു സൈഡിൽ പോസ്റ്റേഴ്സ് ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. സോ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ തരാം.
ഇതിന് ഏകദേശം നമ്മൾ ഒരു 1.5 മണിക്കൂറായി. കാരണം ഇതെൻ്റെ 9ാം ക്ലാസ്സിലെ ടൈം ടേബിൾ. ഇപ്പം നേരെയാ ലുക്കിയ. പിന്നെ അവളാണ് കേട്ടോ എനിക്ക് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് തന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഓർഡറിലാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്. സോ അത്യാവശ്യം ബെറ്റർ ലുക്കിൽ തന്നെ ഇത് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചായയൊക്കെ വെക്കില്ലേ ഒരു സംഭവത്തിലല്ലേ, അപ്പം ഈ പ്രാവശ്യം ചെറുതായിട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. സോ ഞാൻ വൈറ്റിൽ ബ്ലൂ ഒക്കെ മിക്സ് ചെയ്ത് മൈ സ്റ്റഡി വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലോട്ട് ഒട്ടിച്ചു. ആക്ച്വലി ദിസ് ഇസ് ദ BTS. ഞാൻ ആസ് യൂഷ്വൽ ഏതൊക്കെ എവിടെ വെക്കും എന്നുള്ളതാണ് ഡൗട്ട്. എൻ്റെ ഫസ്റ്റ് ഡൗട്ട് ഈ മൊമെൻറ്റംസ് എല്ലാം കൂടെ ടേബിളിൽ വെക്കണോ എന്നുള്ളതായിരുന്നു. പിന്നെ ആദ്യം ഞാൻ അതൊക്കെ പൊടി തുടച്ച് വെക്കുമായിരുന്നു. കുറച്ച് നാളായത് ഇങ്ങനെ ടേബിളിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ പെൻസ് എല്ലാം കൂടെ ഒന്ന് വെക്കുമായിരുന്നു. കാരണം ഇത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. സോ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ മാർക്കേഴ്സും സ്കെച്ചസും കറക്ഷൻ പെന്ന്, പിന്നെ ഇങ്ങനത്തെ പാക്കറ്റിലുണ്ടല്ലോ അങ്ങനത്തെ പെന്ന്, അതൊക്കെ ഈ ഒരു റെഡ് കളർ പെൻ ഹോൾഡറിൽ വെക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഹൈലൈറ്റേഴ്സ്, എൻ്റെ കയ്യിൽ ഒരു 6 ഹൈലൈറ്റർ ഉണ്ട്, അതെല്ലാം കൂടെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സിസറൊക്കെ ഇതിലേക്ക് കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേറെ മാറ്റിയിട്ടു. പിന്നെ ഇതേപോലത്തെ നമുക്ക് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടൈപ്പിൽ ഒരു ടൈപ്പ് ഹോൾഡർ എന്നൊക്കെ പറയും. അതിൻ്റെ അത് ഞാൻ എൻ്റെ ഗ്ലൂസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു ഈ ഒരു ബോക്സിൻ്റെ അകത്ത്. അതിനകത്ത് ക്രയോൺസും കളർ പെൻസിലും സിസറും എൻ്റെ പഴയ വാച്ചും പിന്നെ തീർന്ന പേനാസൊക്കെ ചുമ്മാ അങ്ങനെ ഒരു രസത്തിന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ എങ്ങനെ സെറ്റ് ചെയ്യും എന്നുള്ള ഡൗട്ട്. പിന്നെ അവസാനം ഇത് ഒരു ദിവസത്തിൽ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് എടുത്തു. പിന്നെ എൻ്റെ ആ ഒരു വലിയ മൊമെൻറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. അത് വെച്ചു. പിന്നെ ബ്രഷ്, പെയിൻറ്റ് അതെല്ലാം കൂടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഫൈനലി ആ ഒരു ടേബിളിൻ്റെ സെഷൻ ക്ലിയറായി. ഇനി എനിക്ക് ഒരു ബുക്ക് ഹോൾഡറൊക്കെയാണ് റെഡിയാക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സംഭവം, മൈ സ്റ്റഡി വേൾഡ് എന്ന് പറഞ്ഞ് എഴുതിയത്. പക്ഷേ ഞാൻ അതിൽ ഉണങ്ങിയോന്ന് പോയി ഒന്ന് തൊട്ട് നോക്കിയതാണ്, എല്ലാം പൂർത്തിയായി. അതെൻ്റെ കയ്യിലോട്ട് വന്നു. കുറച്ചൊക്കെ എനിക്ക് പേഷ്യൻസ് ഇല്ല, അതാണ് മെയിൻ പ്രോബ്ലം. ഓക്കെ, പിന്നെ ഇനിയായാലും എൻ്റെ ബുക്ക് ഹോൾഡറിൻ്റെ ആ സെഷനൊക്കെ റെഡിയാക്കുമായിരുന്നു. SLCയുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുകയാണ്. സോ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. പിന്നെ എല്ലാം വെച്ചിട്ടൊന്ന് ഓർഡർ ഒന്ന് മാറ്റി, ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടൊന്ന് നോട്ട് ബുക്ക് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് മാറ്റി. പിന്നെ സ്കിൻ കെയർ ഐറ്റംസ് ഓർഗനൈസ് ചെയ്തു. എൻ്റെ ചീപ്പ് വെക്കുന്ന ആ ഒരു ഹോൾഡർ എല്ലാം ഒന്ന് റെഡിയാക്കി. പിന്നെ നോട്ട് ബുക്ക് വെക്കുന്ന ഹോൾഡറിൽ മാത്രം വെക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് ഹോൾഡറിൽ വരാൻ എനിക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും ഞാൻ ഇതുവരെ വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ സീറ്റ് കിട്ടിയോ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. സോ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റിലും ട്രയലിലും ഒരു സ്കൂൾ തന്നെയാണ് കിട്ടിയത്. പക്ഷെ ഞാൻ അവിടെ പോകാനല്ല ഉദ്ദേശിക്കുന്നത്. സോ ഞാനവിടെ ടെമ്പററി ആയിട്ടാണ് ചേർന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കുറേ പേര് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഈ കാർഡ് ബോർഡ്സൊക്കെ കണ്ടപ്പോഴത്തേക്ക് പഴയ കുറേ കൊച്ചിലേക്ക് അത്യാവശ്യം കൊച്ചായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാർഡ് ബോർഡാണ് കേട്ടോ അത്. ഓക്കെ, പിന്നെ എൻ്റെ പൗച്ചും ഇതൊക്കെ എടുത്ത് ഞാൻ അത്യാവശ്യം എല്ലാം സെറ്റാക്കി വെച്ചു. ഞാൻ ഇപ്പോൾ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ നോട്ട്ബുക്കും എല്ലാം റെഡിയാക്കി. പിന്നെ ബെഡ്ഷീറ്റ് വിരിച്ചു, ഒരു പുതിയ ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചു. ഓക്കെ, ഫൈനലി എല്ലാം സെറ്റാണ്. സോ ഇനി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, എന്ന് വെച്ചാൽ ഫൈനൽ ഔട്ട്കം എങ്ങനെയുണ്ടെന്ന്.